നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. UAE-യിൽ സ്വദേശിവൽക്കരണ നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ പരിശോധന വ്യാപകമാക്കാനൊരുങ്ങി അധികൃതർ. ജൂലൈ 1 മുതൽ പരിശോധന ശക്തമാക്കുമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷം ആദ്യപാദത്തിലെ സ്വദേശിവൽക്കരണ ലക്ഷ്യം നടപ്പാക്കേണ്ട തീയതി ജൂൺ 30 അവസാനിക്കാനിരിക്കെയാണ് മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്തെത്തിയത്. ഓരോ വർഷത്തിന്റെയും ആദ്യ 6 മാസത്തിൽ 1%, ശേഷിച്ച 6 മാസത്തിൽ അടുത്ത 1%മാണ് സ്വദേശിവൽക്കരണം നടപ്പാക്കേണ്ടത്. 50-ലേറെ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വദേശിവൽക്കരണ ലക്ഷ്യം പൂർത്തീകരിക്കണമെന്ന് അധികൃതർ പറഞ്ഞു. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്താൻ പരിശോധന വ്യാപകമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. UAE മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. തൊഴിലാളികളെ സാമൂഹിക സുരക്ഷാ ഫണ്ടിൽ രജിസ്റ്റർ ചെയ്യുന്നതുൾപ്പെടെ ബന്ധപ്പെട്ട മറ്റ് മാനദണ്ഡങ്ങളും ഈ പരിശോധനയിൽ ഉൾപ്പെടും. ഈ വർഷം ഏപ്രിൽ അവസാനത്തെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് 28,000-ഓളം കമ്പനികളിൽ 1,36,000-ത്തിലധികം UAE പൗരന്മാർ ജോലി ചെയ്യുന്നുണ്ട്. സ്വദേശിവൽക്കരണ നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 5 ലക്ഷം ദിർഹം വരെയാണ് പിഴ ചുമത്തുക. 2026 ഡിസംബറോടെ 10% സ്വദേശിവൽക്കരണമാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മന്ത്രാലയത്തിന്റെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ കോൾ സെന്റർ മുഖേനയോ അറിയിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. 24 ദുബായ്. ഫാമിലി വിസിറ്റ് വിസയിലുള്ളവർക്ക് സൗദിയിൽ പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം. റോഡ് മാർഗം ഒരു തടസ്സവുമില്ലാതെ വിസിറ്റ് വിസയിലുള്ളവർക്ക് സൗദിയിലേക്ക് പ്രവേശിക്കാനാകുമ്പോൾ വിമാനമാർഗം ചില കുടുംബങ്ങളുടെ യാത്ര തടസ്സപ്പെട്ടതാണ് ഈ ആശയക്കുഴപ്പത്തിന് കാരണം. ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാവുന്നതുവരെ ഫാമിലി വിസിറ്റ് വിസയിലുള്ളവർക്ക് സൗദിയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണമുള്ളതായാണ് റിപ്പോർട്ട്. നാട്ടിൽ നിന്നെത്തിയ ചില കുടുംബങ്ങളെ സൗദി വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ചയക്കുന്ന സാഹചര്യമുണ്ടാകുകയും ചെയ്തു. ഫാമിലി മൾട്ടിപ്പിൾ വിസിറ്റ് വിസയിലുള്ള പലർക്കും വിസയുടെ സ്റ്റാറ്റസ് മോഫയുടെ സൈറ്റ് പ്രകാരം ആക്റ്റീവ് അല്ല എന്നാണ് കാണിക്കുന്നത്. ഇവർക്കാണ് സൗദിയിൽ ഇറങ്ങുന്നതിന് തടസ്സമുള്ളത്. പുതിയ ഫാമിലി വിസിറ്റ് വിസ സ്റ്റാമ്പ് ചെയ്ത് ആദ്യമായി സൗദിയിലേക്ക് വരുന്നവർക്കാണ് ഈ പ്രശ്നം കൂടുതലായി കാണുന്നത്. എന്നാൽ ജോർദാൻ ഉൾപ്പെടെയുള്ള ബോർഡർ വഴി ഇന്നലെ രാത്രിയും ഫാമിലി വിസിറ്റ് വിസയിലുള്ളവർക്ക് പ്രവേശനം നൽകി. സൗദി അതിർത്തി കടന്ന ഉടനെ തന്നെ തിരിച്ചെത്തിയവർക്കാണ് പ്രയാസം കൂടാതെ പ്രവേശനം നൽകിയത്. ജോർദാനിക്ക് മെയ് 18 വിസ പുതുക്കാൻ വേണ്ടിയാണ്. ഇവിടെ ആരും പുതുക്കാത്ത വിഷയങ്ങളൊന്നുമില്ല. നമ്മൾ ബസ്സിൽ വന്നവർക്ക് എല്ലായിടത്തും പുതുക്കി കിട്ടിയത്. ജോർദാനിൽ ഫാമിലി വിസ പുതുക്കണുണ്ട്. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. मैं जीजान से जॉर्डन वीज़ा विजिट कराने आया. इधर वीज़ा स्टैम्प हमारा हो गया अच्छे से. कोई भी इशू नहीं है, कोई प्रॉब्लम नहीं है. മൾട്ടിപ്പിൾ ഫാമിലി വിസിറ്റ് വിസയിലുള്ളവർ സൗദിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വിസയുടെ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നാണ് ഈ അനുഭവങ്ങൾ നൽകുന്ന പാഠം. ബോർഡർ വഴിയുള്ള പ്രവേശനത്തിന് വരും ദിവസങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഹജ്ജിന് ശേഷം നിയന്ത്രണം പൂർണ്ണമായും പിൻവലിക്കാനാണ് സാധ്യത. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഇത്തവണത്തെ ഹജ്ജ് കർമ്മങ്ങൾക്കായി ഇതുവരെ 5 ലക്ഷത്തിലേറെ തീർത്ഥാടകർ എത്തി. വിമാനം വഴിയല്ലാതെ റോഡ് മാർഗവും കപ്പൽ മാർഗവും തീർത്ഥാടകർ എത്തുന്നുണ്ട്. അനധികൃത തീർത്ഥാടകരെ തടയാൻ മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ ശക്തമായ പരിശോധനയാണ് നടക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹജ്ജ് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുപ്രകാരം 5,04,600 തീർത്ഥാടകർ സൗദിയിലെത്തി. ആകെ ഇഷ്യൂ ചെയ്ത ഹജ്ജ് വിസകളുടെ 36%. അതായത് 14 ലക്ഷത്തിലേറെ വിദേശ തീർത്ഥാടകർക്ക് ഇതുവരെ ഹജ്ജ് വിസ ഇഷ്യൂ ചെയ്തു. 10,100 തീർത്ഥാടകർ റോഡ് മാർഗവും 1,400 തീർത്ഥാടകർ കപ്പൽ മാർഗവും ബാക്കിയുള്ളവർ വിമാനമാർഗവുമാണ് ഇതുവരെ ഹജ്ജിനെത്തിയത്. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ വരവും തുടരുകയാണ്. മക്കയിൽ ഉംറയും മറ്റു ആരാധന കർമ്മങ്ങളുമായി കഴിയുകയാണ് ഇപ്പോൾ മലയാളി തീർത്ഥാടകർ. വളരെ റാഹത്തോടെ കൂടെ വളരെ സന്തോഷകരമായ രൂപത്തിൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും കൂടാതെയാണ് ഈ പുണ്യഭൂമിയിൽ നമ്മൾ എത്തിച്ചേർന്ന്. അല്ലാഹു എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ. വളരെ ഏറെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത്. അൽഹംദുലില്ലാ, വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ എത്തിപ്പെട്ടതിൽ. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വർഷം തന്നെ ഇവിടെ എത്തി എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഞാനും ജ്യേഷ്ഠനും ഞങ്ങളെ ഭാര്യമാരോട്ട് കൂടെ അൽഹംദുലില്ലാ. അനധികൃത തീർത്ഥാടകരെ തടയാൻ വിമാനത്താവളങ്ങളിലും കര കടൽ വഴിയുള്ള പ്രവേശന കവാടങ്ങളിലും ശക്തമായ പരിശോധനയാണ് നടക്കുന്നത്. പെർമിറ്റില്ലാതെ ഹജ്ജിന് ശ്രമിക്കുന്നവരെ സഹായിക്കുകയോ ചെയ്താൽ തടവും പിഴയും നാടുകടത്തലും ഉൾപ്പെടെയുള്ള ശിക്ഷ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ദുബായിൽ പെയ്ഡ് പാർക്കിംഗ് സോണുകളിൽ പാർക്കിംഗിന് വരിസംഖ്യാ പദ്ധതി ആരംഭിച്ച് പാർക്കിംഗ് കമ്പനി. 1 മാസം മുതൽ 1 വർഷത്തേക്ക് വരെ പാർക്കിംഗിനായി പണമടയ്ക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. മൊബൈൽ ആപ്പ് വഴിയും വെബ്സൈറ്റ് വഴിയും സേവനം ഉപയോഗപ്പെടുത്താൻ കഴിയും.
വാഹന ഉടമകൾക്ക് ഏറെ പ്രയോജനകരമായ പ്രഖ്യാപനമാണ് ദുബായിലെ പാർക്കിംഗ് സേവനദാതാക്കളായ പാർക്കിംഗ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നഗരത്തിലെ പെയ്ഡ് പാർക്കിംഗ് സോണുകളിൽ 1 മാസം മുതൽ 1 വർഷത്തേക്ക് വരെ പാർക്കിംഗ് അടയ്ക്കാനാകുന്ന വരിസംഖ്യാ പദ്ധതിയാണ് കമ്പനി ആരംഭിച്ചിരിക്കുന്നത്. ഓരോ മേഖലകൾക്കും അനുസരിച്ച് വ്യത്യസ്ത നിരക്കുകളാണ് ഈടാക്കുക. ഇത്തരത്തിൽ 250 ദിർഹം മുതൽ നിരക്കുകൾ ലഭ്യമാണെന്നും അധികൃതർ വ്യക്തമാക്കി. ആവശ്യമുള്ള ഏരിയ തിരഞ്ഞെടുത്ത് വളരെ വേഗത്തിൽ സേവനം ഉപയോഗപ്പെടുത്താനാകുമെന്ന് പാർക്കിംഗ് കമ്പനി അറിയിച്ചു. മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും വെബ്സൈറ്റിലൂടെയും സേവനം ഉപയോഗപ്പെടുത്താനാകും. ദുബായിൽ തിരക്കിനനുസരിച്ച് വ്യത്യസ്തമായ പാർക്കിംഗ് നിരക്ക് ഈടാക്കുന്ന സംവിധാനം ഏപ്രിൽ 4 മുതൽ തന്നെ നടപ്പാക്കി തുടങ്ങിയിരുന്നു. A, B, C, D എന്നിങ്ങനെ വേർതിരിച്ചിട്ടുള്ള സോണുകളിൽ പ്രീമിയം സ്റ്റാൻഡേർഡ് മേഖലകളിൽ തിരക്കുള്ള സമയങ്ങളിൽ വ്യത്യസ്തമായ നിരക്കാണ് ഈടാക്കുക. 24 ദുബായ്. റിയാദിൽ നിന്ന് 2 ആഴ്ച മുൻപ് കാണാതായ കൊല്ലം കുരീപ്പുഴ സ്വദേശി നൌഷർ സുലൈമാന്റെ മൃതദേഹം താമസ സ്ഥലത്ത് കണ്ടെത്തി. നൌഷർ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ താഴെ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് താമസക്കാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നൌഷീറിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നൌഷറിന്റെ സുഹൃത്തുക്കളായ 3 പേർ പോലീസിന്റെ പിടിയിലായിരുന്നു. ഇവർക്കൊപ്പം നൌഷറും പോലീസ് പിടിയിലായതായിരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു മറ്റ് സുഹൃത്തുക്കൾ. സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിവിധ ജയിലുകളിൽ അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. ഫോറൻസിക് വിദഗ്ധരും മുനിസിപ്പാലിറ്റി അധികൃതരും സംഭവസ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. മരണകാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. അമേരിക്കയിലെ ഡാലസിൽ റൈഡേഴ്സ് ക്രിക്കറ്റ് ക്ലബ്ബ് സംഘടിപ്പിച്ച 3ാമത് റൈഡേഴ്സ് കപ്പ് സമാപിച്ചു. 6 ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ UDT ടൈറ്റൻസ് ചാമ്പ്യന്മാരായി. 24 ഡാലസ് ബ്യൂറോയിൽ നിന്ന് ദീപ്തി സഖറിയ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഡാലസ് റൈഡേഴ്സ് ക്രിക്കറ്റ് ക്ലബ്ബ് ഓർഗനൈസ് ചെയ്ത 3ാമത് വാർഷിക ക്രിക്കറ്റ് ടൂർണമെന്റ് റൈഡേഴ്സ് കപ്പ് 2025 ഏപ്രിൽ 25 മുതൽ മെയ് 3 വരെ കൊപ്പൽ സാൻഡി ലേക്ക് ഗ്രൗണ്ടിൽ നടത്തപ്പെട്ടു. 2023 തുടങ്ങിയ റൈഡേഴ്സ് കപ്പ് ടൂർണമെന്റ് UTD സ്റ്റുഡൻസിനെയും അവസരം കൊടുത്തു. ഡാലസിലെ ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ച ഈ ടൂർണമെന്റിൽ ഫസ്റ്റ് പ്രൈസ് വിന്നേഴ്സ് ആയിരിക്കുന്നത് UTD ടൈറ്റൻസ് ആണ്. സെക്കൻഡ് പ്രൈസ് വിന്നേഴ്സ് വൈലി യുണൈറ്റഡ്. ഡാലസിലെ യുവതലമുറകളെ ഒന്നിച്ചുകൂട്ടി ഒരു ടൂർണമെന്റ് ഓർഗനൈസ് ചെയ്ത ഡാലസ് റൈഡേഴ്സ് ക്രിക്കറ്റ് ക്ലബിന് ആശംസകൾ. ഡാലസിൽ നിന്നും ദീപ്തി സഖറായ 24 USA. റിയാദിലെ പ്രാദേശിക കൂട്ടായ്മകളുടെ പൊതുവേദിയായ 4Kയുടെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. മെയ് 23 നടക്കുന്ന പരിപാടിയിൽ തെരഞ്ഞെടുത്ത 18 പ്രാദേശിക സംഘടനകൾ തമ്മിൽ പാചക മത്സരം നടക്കും. ഷാറ ബത്തഹിൽ സ്ഥിതി ചെയ്യുന്ന മദീന ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് 34 അംഗ സംഘടനകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 18 പ്രാദേശിക സംഘടനകൾ തമ്മിലുള്ള മത്സരം നടക്കുക. വൈകിട്ട് 2 മുതൽ 7 മണി വരെയാണ് പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. മത്സരത്തിൽ 1ാം സമ്മാനത്തിന് അർഹരാകുന്ന സംഘടനയ്ക്ക് 1 പവൻ സ്വർണവും 2ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 1/2 പവൻ സ്വർണവും സമ്മാനമായി നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1001 റിയാൽ ആണ് 3ാം സമ്മാനം. കൂടാതെ പങ്കെടുക്കുന്ന എല്ലാ സംഘടനകൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. രുചി, അലങ്കാരം, പാചകരീതി, വിവരണം, വൈവിധ്യം എന്നീ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് 4 പാനൽ മത്സരത്തിൻ്റെ വിധി നിർണയം നടത്തുക. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക ചടങ്ങിൽ വെച്ച് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ആക്ടിംഗ് ചെയർമാൻ JN കൊടുങ്ങല്ലൂർ, ജനറൽ കൺവീനർ ഉമ്മർ മുക്കം, ട്രഷറർ ജിബിൻ സമദ്, രക്ഷാധികാരി അലി അലുവ, പ്രോഗ്രാം കൺവീനർ വിനോദ് കൃഷ്ണ, വൈസ് ചെയർമാൻ സേഫ് കൂട്ടുങ്ങൽ, ജീവകാരുണ്യ കൺവീനർ ഗഫൂർ കൊയിലാണ്ടി, സ്പോൺസർ സ്ഥാപനത്തിൻ്റെ പ്രതിനിധി ഷിഹാബ് കൊടിയത്തൂർ എന്നിവർ പങ്കെടുത്തു. 24 റിയാദ്. യുകെയിലെ ബെറി മലയാളി കൾച്ചറൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ നഴ്സസ് ഡേയുടെ ഭാഗമായി സ്നേഹാദരവ് 2025 സംഘടിപ്പിച്ചു. സ്പ്രിംഗ് സൈഡ് പ്രൈമറി സ്കൂളിൽ നടന്ന ചടങ്ങ് BMCA പ്രസിഡന്റ് ചന്ദ്രകല സുനിൽ ഉദ്ഘാടനം ചെയ്തു. നോർത്തേൺ കെയർ അലയൻസ് NHS ട്രസ്റ്റ് ക്ലിനിക്കൽ സൈറ്റ് മാനേജർ മിനിമോൾ സന്തോഷ്, സാൽഫോർഡ് യൂണിവേഴ്സിറ്റി നഴ്സിംഗ് ലെക്ചറർ ചിത്തിൻമ വിക്ടറി ഓഫ് ഫൂജി, സാൽഫോർഡ് യൂണിവേഴ്സിറ്റി അധ്യാപിക ഷെറിൻ സാമുവൽ തുടങ്ങിയവർ അതിഥികളായി. നഴ്സസ് പ്രതിജ്ഞ ചൊല്ലി. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ചിത്രത്തിന് മുന്നിൽ ആദരസൂചകമായി ദീപങ്ങൾ തെളിയിച്ചു. നഴ്സുമാരെ മെമന്റോ നൽകി ആദരിച്ചു. ബിൻമോൾ കേക്ക് മുറിച്ച് മധുര വിതരണം നടത്തി. ജെസ്സി ഷിജു, അഞ്ജു, വിഷ്ണുപ്രസാദ്, ഡാനി കടന്തോട്, ബേസിൽ മാത്യു, നീന ഡാനി, പ്രിൻസ് തോമസ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
UAE-യിലെ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ മികവ് വിളിച്ചോതി മേക്ക് ഇറ്റ് ഇൻ ദി എമിറേറ്റ്സ് ഫോറത്തിന് അബുദാബിയിൽ തുടക്കമായി. ഫോറത്തിൽ 720-ലേറെ കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട്. പ്രദർശനം ഈ മാസം 22 വരെ നീണ്ടുനിൽക്കും. UAE-യിലെ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യവും മികവും വ്യക്തമാക്കിയാണ് മേക്ക് ഇറ്റ് ഇൻ ദി എമിറേറ്റ്സ് ഫോറത്തിന് അബുദാബിയിൽ തുടക്കമായിരിക്കുന്നത്. ഭക്ഷ്യോൽപ്പന്നങ്ങൾ, സ്റ്റീൽ, ആരോഗ്യം, IT, ടൂറിസം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള മുൻനിര കമ്പനികൾ മേക്ക് ഇറ്റ് ഇൻ ദി എമിറേറ്റ്സ് ഫോറത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. കെസാദ് ഗ്രൂപ്പ്, എമിറേറ്റ്സ് സ്റ്റീൽ, എഡ്ജ് തുടങ്ങിയ വിവിധ കമ്പനികൾ ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങളും അവതരിപ്പിക്കുന്നുണ്ട്. UAE-യിൽ നിന്നുള്ള 3800 ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഫോറത്തിലുണ്ട്. പ്രമുഖ റീറ്റെയിൽ ബ്രാൻഡായ ലുലു ഗ്രൂപ്പ് മികച്ച എക്സിബിറ്റർ ലോഞ്ചാണ് പരിപാടിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. 5000-ലേറെ UAE ഉൽപ്പന്നങ്ങൾ ലുലു സ്റ്റോറുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് മികച്ച പിന്തുണ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ലുലു റീറ്റെയിൽ CEO സേഫി രൂപവാല പറഞ്ഞു. UAE-യുടെ വിഷൻ 2031 കരുത്തേക്കുന്ന മേക്ക് ഇറ്റ് ഇൻ ദി എമിറേറ്റ്സ് ക്യാമ്പയിന് പൂർണ്ണ പിന്തുണയാണ് ലുലു നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മേക്ക് ഇറ്റ് ഇൻ ദി എമിറേറ്റ്സ് പ്രദർശനം ഈ മാസം 22 വരെ നീണ്ടുനിൽക്കും. 24 ദുബായ്. സാമൂഹിക പ്രവർത്തകരുടെ സംഗമവേദിയായി ഹോപ്പിന്റെ 10ാം വാർഷികാഘോഷം. പരിപാടിയുടെ ഭാഗമായി വയലിനിസ്റ്റ് അപർണ ബാബുവിന്റെ മ്യൂസിക്കൽ ഷോയും അരങ്ങേറി. ബഹ്റിനിലെ ജീവകാരുണ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഹോപ്പ് ബഹ്റിന്റെ 10ാം വാർഷികാഘോഷം ഇന്ത്യൻ ക്ലബ്ബിൽ സംഘടിപ്പിച്ചു. പരിപാടിയിൽ UAE-യിലെ സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പ്രവാസ ജീവിതത്തിനിടയിൽ ലാഭേച്ഛയില്ലാതെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഇത്തരം കൂട്ടായ്മകളും വ്യക്തികളും സാധാരണ പ്രവാസികൾക്കെന്നും ആശ്വാസമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബഹ്റിനിലെ നിരാലംബരുടെ തോഴനെന്നറിയപ്പെട്ടിരുന്ന ചന്ദ്രൻ തിക്കൊടി അതിഥിയായി പങ്കെടുത്ത പരിപാടിയിൽ ഹോപ്പിന്റെ പ്രസിഡന്റും പ്രോഗ്രാം കൺവീനറുമായ ഷിബു പത്തനംതിട്ട അധ്യക്ഷത വഹിക്കുകയും സെക്രട്ടറി ജയേഷ് കുറുപ്പ് സ്വാഗതം ആശംസിക്കുകയും ചെയ്തു. രക്ഷാധികാരി നിസാർ കൊല്ലം ഹോപ്പിന്റെ പ്രവർത്തനങ്ങൾ വിവരിച്ചു. രക്ഷാധികാരികളായ KR നായർ, ഷബീർ മാഹി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ചടങ്ങിൽ ഹോപ്പിന്റെ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രതീക്ഷയുടെ സഞ്ചാരപഥങ്ങൾ എന്ന പേരിൽ സുവനീർ പ്രകാശനവും നടന്നു. സാമൂഹിക പ്രവർത്തകനും BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, നജീബ് കടലായി, കണ്ണൂർ സുബൈർ, സുധീർ തിരുനിലത്ത്, ബഷീർ അമ്പലായി എന്നിവർ ആശംസകൾ നേർന്നും സംസാരിച്ചു. ഹോപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകുന്ന സൽമാനിയ ഹോസ്പിറ്റലിലെ നഴ്സുമാരെയും പുഷ്പരാജനെയും ചടങ്ങിൽ ആദരിച്ചു. ബഹ്റിനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ബോബി പുളിമൂട്ടിൽ നന്ദി രേഖപ്പെടുത്തി. പ്രശസ്ത വയലിനിസ്റ്റ് അപർണ ബാബുവിന്റെ നേതൃത്വത്തിൽ നടന്ന ലൈവ് മ്യൂസിക്കൽ ഷോ പരിപാടിയുടെ മാറ്റുകൂട്ടി. 24 ബഹ്റിൻ. ലോകമെമ്പാടുമുള്ള പൂരപ്രേമികൾക്ക് ആവേശമായ അമേരിക്കയിലും തൃശൂർ പൂരം. ടെക്സസിലെ ഹ്യൂസ്റ്റണിൽ നടന്ന പൂരാഘോഷത്തിൽ 100 കണക്കിന് മലയാളികൾ പങ്കെടുത്തു. വൈവിധ്യമായ നിരവധി കലാവിരുന്നുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആഘോഷം. ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടന്ന ആഘോഷ പരിപാടിയിൽ മെഗാ തിരുവാതിര, വീരനാട്യം, കളരിപ്പയറ്റ്, വിവിധ നൃത്ത വിദ്യാലയങ്ങളിലെ കലാകാരികൾ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ, ഫ്യൂഷൻ ശിങ്കാരിമേളം, പല്ലാവൂർ ശ്രീധരന്മാരുടെ നേതൃത്വത്തിലുള്ള ചെണ്ടമേളം, സൗന്ദര്യ മത്സരം, പിന്നണി ഗായകനായ ഫ്രാങ്കോയും ഹ്യൂസ്റ്റന്റെ സ്വന്തം കലാകാരി റീവയും അവതരിപ്പിച്ച ഗാനസന്ധ്യ എന്നിവയും അരങ്ങേറി. അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന എറണാകുളം തിരുവാങ്കുളത്തെ കല്യാണിക്ക് നൊമ്പരത്തോടെ വിട നൽകി നാട്. 100 കണക്കിന് ആളുകളാണ് കല്യാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. വൈകിട്ട് തിരുവാണിയൂർ പഞ്ചായത്ത് ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. കല്യാണിയുടെ ഛേദനേറ്റ ശരീരം മറ്റക്കുഴിയിലെ വീട്ടിലെത്തിച്ചപ്പോൾ അവിടമൊരു സങ്കടക്കടലായി മാറി. കല്യാണിയെ അവസാനമായി കാണാൻ നാടൊന്നാകെ ഒഴുകിയെത്തി. പിതാവിന്റെയും കല്യാണിയുടെ സഹോദരന്റെയും കരച്ചിലിൽ കണ്ടുനിന്നവരുടെ ഉള്ളുലഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അച്ഛൻ സുഭാഷിന്റെ വീട്ടിലാണ് കല്യാണിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. കല്യാണിക്ക് വിട നൽകാൻ അംഗൻവാടിയിലെ കൂട്ടുകാരും ടീച്ചർമാരും എത്തിയത് വൈകാരിക രംഗമായി. തിരുവാണിയൂരിലെ പൊതുശ്മശാനത്തിൽ വൈകിട്ട് 5-നായിരുന്നു സംസ്കാരം. കൊച്ചി.
എറണാകുളം തിരുവാങ്കുളത്തെ 4 വയസ്സുകാരി കല്യാണിയുടെ കൊലപാതകത്തിൽ അമ്മ സന്ധ്യ റിമാൻഡിൽ. കുഞ്ഞിനെ പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞുവെന്ന് സന്ധ്യ പോലീസിനോട് സമ്മതിച്ചു. കൊലപാതക കാരണം വ്യക്തമല്ലെന്നും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണെന്നും പോലീസ് വ്യക്തമാക്കി. കല്യാണിയുടേത് മുങ്ങിമരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നാടിന്റെ കാത്തിരിപ്പുകൾ വിഫലമാക്കി പുലർച്ചെ 2:20 മൂഴിക്കുളത്ത് ചാലക്കുടി പുഴയിൽ കല്യാണിയുടെ മൃതദേഹം കണ്ടെടുത്തത്. കുഞ്ഞിനെ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞെന്ന് പോലീസിനോട് അമ്മ സന്ധ്യ സമ്മതിച്ചു. കൊലപാതക കുറ്റമാണ് സന്ധ്യക്കെതിരെ ചുമത്തിയത്. കൊലപാതക കാരണം വ്യക്തമല്ല. മോട്ടീവ് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയ CCTV ദൃശ്യങ്ങൾ പ്രകാരം ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അവര് അവിടെ പുഴയിൽ വിട്ടിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ കുട്ടി ഇല്ലാതെ വന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനി ഇതിൽ കുറച്ചും കൂടി അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ബാക്കി ആരെങ്കിലും അവിടുത്തെ ഐ വിറ്റ്നസ്സുകൾ ആരെങ്കിലും ഉണ്ടോ അതൊക്കെ കണ്ടെത്താനുണ്ട്. സോ നമ്മൾ തെളിവുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സന്ധ്യയെ ചോദ്യം ചെയ്തു. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന വാദം സന്ധ്യയുടെ കുടുംബം തള്ളി. സന്ധ്യയെ താൻ മർദ്ദിച്ചെന്ന ആരോപണം ഭർത്താവ് സുഭാഷ് നിഷേധിച്ചു. 1 മാസമായിട്ട് ഞാനിവിടെ ഇല്ല. ഞാൻ പിന്നെ ഈ അച്ഛനായതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് എൻ്റെ മൂത്ത മോനാണ് ഇരിക്കുന്നത്. ഇവിടെയുള്ള ഏതെങ്കിലും പിള്ളേരോടോ അല്ലെങ്കിൽ ഇത്ര അടുത്ത ആൾക്കാരോടൊപ്പില്ലേ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. കല്യാണിയുടേത് മുങ്ങിമരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും. സമീപകാലത്ത് ഇത്തരം അക്രമങ്ങളും കൊലപാതകങ്ങളും കൂടുന്നത് വിശദമായി പരിശോധിക്കേണ്ടതാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. 24 കൊച്ചി. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി. UDF കാലത്ത് വഴിമുട്ടിയ പദ്ധതികൾ LDFന്റെ ഇച്ഛാശക്തിയിൽ യാഥാർത്ഥ്യമായി. വികസനത്തിൽ പ്രതിപക്ഷം ഒപ്പം നിന്നില്ലെന്നും അർഹതപ്പെട്ടത് തരാതെ കേന്ദ്രം ഞെരുക്കുകയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. വികസനത്തിന്റെയും സാമൂഹിക പുരോഗതിയുടെയും 9 വർഷങ്ങളാണ് കടന്നുപോയതെന്ന് 2016 മുതലുള്ള ഭരണനേട്ടങ്ങൾ നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന ധാരണ അപ്രത്യക്ഷമായെന്നും വെല്ലുവിളിച്ചവർ നിശബ്ദരായെന്നും മുഖ്യമന്ത്രി. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ നടപ്പിലാക്കി. നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് കുറച്ച് ചുവടുവെപ്പുകളോടെയാണ് നാം മുന്നേറുന്നത്. നവകേരളം എന്നത് അവ്യക്തമായതോ അതിശയോക്തിപരമായതോ ആയ ഒരു സങ്കല്പമല്ല. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള സുവ്യക്തമായ കാഴ്ചപ്പാടാണ്. UDF കാലത്ത് വഴിമുട്ടി നിന്ന ഒട്ടേറെ പദ്ധതികൾ LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ യാഥാർത്ഥ്യമായി. വികസനത്തിൽ ഒപ്പം നിന്നില്ലെന്ന് പ്രതിപക്ഷത്തിന് വിമർശനം. അർഹമായ പലതും തടഞ്ഞ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരുക്കുകയാണെന്നും മുഖ്യമന്ത്രി. സാമ്പത്തിക രംഗത്ത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ സഹായകമായ നിലപാടല്ല പ്രതിപക്ഷം പൊതുവെ സ്വീകരിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന, അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയായിരുന്നു വേണ്ടത്. ആ ഘട്ടത്തിലൊന്നും അതിനവർ തയ്യാറായില്ല എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. തിരഞ്ഞെടുപ്പല്ല ഇപ്പോൾ പ്രധാനമെന്നായിരുന്നു തുടർഭരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. സർക്കാരിന്റെ വാർഷിക ദിനം UDF കരിദിനമായി ആചരിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കരിങ്കൊടിയുമായി പാലക്കാട് പ്രതിഷേധ മാർച്ച് നടത്തി. സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. സർക്കാരുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ജനങ്ങൾക്കില്ല. വെള്ളിയാഴ്ച തിരുവനന്തപുരത്താണ് വാർഷികാഘോഷ സമാപനം. ചടങ്ങിൽ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. 24 കോഴിക്കോട്. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു.